ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞിലത്താണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഈ ഒരു വീട്ടിലെ കിച്ചനാണ് ഇവിടെ ചെയ്ത് കൊടുത്തത്. ഓപ്പൺ കിച്ചനാണ്, ഫുൾ ബോക്സ് ടൈപ്പായിട്ടാണ് കിച്ചൺ ചെയ്ത് കൊടുത്തത്. അതുകൂടാതെ തന്നെ ഒരു ഹോൾ പാർട്ടിഷനും ചെറിയൊരു രീതിയിലുള്ള ഒരു ഓപ്പൺ ഷോക്കേസും കൂടി ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ ഷോക്കേസ്. ഫുൾ അലുമിനിയം ഉപയോഗിച്ചിട്ടാണ്, അലുമിനിയം പിന്നെ അതുപോലെ PVC ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ഷോക്കേസും ചെയ്തത്. അതേപോലെ തന്നെ ഹോൾ പാർട്ടിഷന് റൂട്ടറിങ്ങും പിന്നെ അതേപോലെ തന്നെ 4 കര അലുമിനിയം സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഹോൾ പാർട്ടിഷൻ ചെയ്തത്. ചെറിയൊരു രീതിയിലാണ് ഹോൾ പാർട്ടിഷൻ ചെയ്ത് കൊടുത്തത്. അതുകൂടാതെ തന്നെ ഒരു പാനലിംഗ് വർക്കും കൂടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു TV യൂണിറ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് ചെയ്തു കൊടുത്തത്. ഓപ്പൺ ഏരിയയിൽ നമ്മൾ 7/8 സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ്, 7/8 സ്ക്വയറിൻ്റെ അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ ഏരിയയിൽ ഷോക്കേസ് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത്. ഒരു ഓപ്പൺ കിച്ചനാണ്. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഓപ്പൺ തട്ടും കൂടി സെറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗത്തായിട്ട് CNC കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഫുൾ ബോക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഫുൾ ബോക്സ് ടൈപ്പായിട്ടാണ്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു കിച്ചൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലാക്കിയിട്ട് നമ്മൾ ചെയ്തത്. അതുകൂടാതെ തന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാബിനും കൂടി സെറ്റ് ചെയ്ത് ഫുള്ള് ബോർഡർ ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. ഫുൾ ഫ്ലെക്സി ബോണ്ട് ഷീറ്റും പിന്നെ അതേപോലെ തന്നെ അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തത്. സാധാരണ കിച്ചണിൽ ചെയ്യാറുള്ള അക്സസറീസുകളായിട്ടുള്ള കട്ട്ലറിയും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റും ഓയിൽ പുള്ളൗട്ടും ഒക്കെ ഈ ഒരു കിച്ചണിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടോൾ യൂണിറ്റ്. ടോൾ യൂണിറ്റിൻ്റെ തട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് 8 mm ഗ്ലാസ് ആണ്. എല്ലാ ഇഞ്ചസും സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ്. 304 വരുന്ന സോഫ്റ്റ് ഗ്ലോസ് ഇഞ്ചസ് ആണ് ചെയ്തത്. ഈ ഒരു കിച്ചണിൽ അതുകൂടാതെ തന്നെ ഒരു ക്രോക്കറി ഷെൽഫും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിന് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഗ്ലാസും അടിഭാഗത്ത് ഷീറ്റും ആണ് ചെയ്തത്. ഫുള്ള് ബോക്സ് ടൈപ്പായിട്ടാണ് ഈ ഒരു ക്രോക്കറി ഷെൽഫ് ചെയ്തത്. ഫുള്ള് ബോർഡർ വുഡ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നമ്മൾ ലൂവർ പാനൽ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ ഫോളോ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ക്യാബിന് വളരെ ഹൈറ്റ് കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആ ഒരു ഡിസൈനിനനുസരിച്ചാണ് നമ്മൾ അവിടുത്തെ ആ ഒരു ഹൈറ്റ് ഡിസൈൻ ചെയ്തത്. ഫുള്ള് റൂട്ടർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. PVC ലാമിനേറ്റഡ് ഷീറ്റായ ഫ്ലെക്സി ബോണ്ടാണ് അതിനായിട്ട് യൂസ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഇതിൽ 2 വാട്ടിൻ്റെ LED ലൈറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നത്. സെക്കൻഡ് കിച്ചണിലും സെയിം രീതിയിലാണ് ചെയ്തത്. ഫുൾ ബോക്സ് ടൈപ്പായിട്ട് അടിയിലൊരു ക്യാബിനും പിന്നെ അതേപോലെ തന്നെ ഒരു ടോൾ യൂണിറ്റ്, മുകൾ ഭാഗത്തായിട്ട് ഓപ്പൺ ആയിട്ട് 2 തട്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ഡ്രോയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു PVC കട്ട്ലറിയും പിന്നെ അതേപോലെ ഒരു നോർമലായിട്ടുള്ള ഒരു ഡ്രോയറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇവിടുത്തെ ബേസ് ആൻഡ് ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തേക്കണമെന്ന് നോക്കാം. ബേസ് ആൻഡ് ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തത് ഓൾറെഡി അവിടെ സ്ലേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കവറിങ് മാത്രമാണ് ചെയ്തത്. അതുകൂടാതെ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കൂടി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.